സ്റ്റാർസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇവിടെ KS പാർക്കിലേക്കാണ്. അപ്പോൾ നമുക്ക് റീച്ച് കിട്ടിക്ക് കളിക്കാനും പിന്നെ കാര്യങ്ങളൊക്കെ കാണാനും ഇവിടെ നല്ല ഭംഗിയാണ്. ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ആയാലും ലാൻഡ്സ്കേപ്പ് ആയാലും എല്ലാം നല്ല ഭംഗിയാണ്. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഒപ്പം നമുക്ക് കളിക്കാനും നമുക്ക് വീഡിയോസിലേക്ക് പോകാം. അപ്പം നമ്മളിതേ ഇതിൻ്റെ നടപ്പാതയിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ നമുക്ക് ബാക്കിൽ റോഡൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ ബാക്കിലുള്ള ഫുള്ള് ചെടികളാണ്, ഫുള്ള് കുട്ടികൾക്ക് വേണ്ടി സെറ്റാക്കി വെച്ചിരിക്കുന്നതാണ്. നമുക്കിവിടെ ചില്ല് ചെയ്യാനും അതിന് ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ വരാനും ഇവിടെ നല്ലൊരു പ്ലേസാണ്. പോരാത്തതിന് ഇവിടെ സൺഡേസ് മാത്രമാണെന്ന് തോന്നുന്നു എനിക്ക് ഇവിടെ ഓപ്പൺ ആയിട്ടുള്ളതെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ വന്നിരിക്കുന്നത് ഇതുപോലെ തന്നെ എല്ലാവർക്കും ഫ്രീ ആണ് കേട്ടോ, എല്ലാവർക്കും വരാം. അപ്പോൾ ഇങ്ങനെ ചില്ല് ചെയ്തിരിക്കാനാണ് നമ്മളിപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നൊരു സൺഡേ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം നമുക്കിവിടെ നമ്മൾ ഇപ്പോൾ ഒരു ഇതിൻ്റെ മുകളിലൊരു ഹില്ല് പോലെയാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു ഓഡിറ്റോറിയം ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ കയറിയിരിക്കണം. ഇന്നൊരു സണ്ണി ഡേയും അതുപോലെ തന്നെ ഒരു ക്ലൗഡി ഡേ ആണ്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം. അതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കണ്ടിട്ട് നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകണം. അപ്പോൾ നമ്മളിപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നേരെ ഇപ്പോൾ കാണാൻ പറ്റുന്നത് അവിടെ ഒരു കലമാനുണ്ട്. അവിടെ ഡോൺ ടച്ച് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ അടുത്തേക്ക് അധികം പോകാത്തത്. അതാണെങ്കിൽ ഇങ്ങനെ ഇതിൻ്റെ മുകളിലും പിള്ളേർ വന്ന് കളിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു അമ്മയോട് ഞാൻ പറഞ്ഞു നമ്മുടെ റേച്ചിട്ട് കിളികളെയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ അതേ അതിൽ കൂടെ ഒരു ചേച്ചി പോയിട്ടുണ്ട്, ഒരു കുഞ്ഞുകുട്ടി പോയിട്ടുണ്ട്. അതിനെ നോക്കിയിട്ടാണ് ചേച്ചി എന്നൊക്കെ വിളിക്കണേ. നമ്മുടെ റേച്ചുകുട്ടി ആരെ കണ്ടാലും വിളിച്ചു വെട്ടും. എന്നിട്ട് അവരെ വർത്താനം പറയാനൊരു കുട്ടിയാണ് നമ്മുടെ റേച്ചുകുട്ടി. അപ്പം നമ്മളിതേ ഊഞ്ഞാലിൽ ആടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആട്ടാൻ പിന്നിൽ നമ്മുടെ ആലി ചേച്ചി നിൽക്കുന്നുണ്ട്. നമ്മൾ ആട്ടി തരാണ്. അപ്പം നമ്മുടെ റേച്ചുട്ടി ഇതേ നടന്നു തുടങ്ങിയിട്ടില്ല. അപ്പോൾ അവൾ നടക്കാൻ പഠിക്കുകയാണ്. അപ്പം നമ്മളവിടെ ചെന്നപ്പോൾ അവളെ നടത്തിയൊന്ന് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾ പുറത്തേക്കൊക്കെ അതേ കുറുമ്പ് കാട്ടി നടക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതേ നമ്മുടെ റേച്ചുട്ടി ആലിനെ പിടിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ റേച്ചുട്ടിക്ക് ഊഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായി. പക്ഷേ ഞാൻ ഹൈറ്റ് കൂടിയതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് ആടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ അവൾക്ക് വേണ്ടി നമ്മൾ ആടി.
ഈ ഒരു ഹാളിൻ്റെ ഉള്ളിലാണെങ്കിൽ ഫുള്ള് ഇൻഡോർ ഗെയിംസ് ആണ്. ദേ ഇവിടെ ഇപ്പോൾ ഈ ഗെയിമിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, പക്ഷേ ഇത് കളിക്കാനുള്ള ഒരു ഇത് തന്നെയാണ്. അതുപോലെ തന്നെ ഇപ്പുറത്ത് മറ്റേ ഫുട്ബോളിൻ്റെ മിനി ഇരിക്കുന്നുണ്ട്, അപ്പോൾ അവിടെ നിന്ന് കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട്. പിന്നെ അവിടെ ഇപ്പുറത്താണെങ്കിൽ അവിടെ ടെന്നീസിൻ്റെ ഇതുണ്ട്, അപ്പോൾ അവിടെയും പിള്ളേർ നിന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വന്നാലും ഇങ്ങനെ കുറേ ഇൻഡോർ ഗെയിംസ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ടെന്നീസിൻ്റെ അവിടെ നിന്ന് പിള്ളേരൊക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റേച്ചുട്ടി കാണാൻ വന്ന് നിൽക്കുന്നതാണ്. ഇവിടെ കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്. വളരെ വന്നിട്ട് കുറേ നേരമായി. അപ്പോൾ എല്ലാം നമ്മൾ മിക്കവാറും എല്ലാത്തിലും കയറിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇൻഡോറിൽ നമ്മൾ കുറച്ച് ഗെയിംസും കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്, കമൻറ്റ്. താങ്ക് യു.